ഹലോ. അപ്പോൾ നമുക്കിന്ന് കോട്ടയം വരെ പോയാലോ? അപ്പോൾ കോട്ടയത്തേക്ക് പോകുന്ന റൂട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ നാട്ടിൽ വരുമ്പോൾ ഈ പച്ചപ്പും ഹരിതാപവും ഒക്കെ കാണുമ്പോൾ മനസ്സിന് എന്തൊരു കുളിർമയാണല്ലേ. അതും മഴ സീസണാണ്. അപ്പം മഴ സീസണായിരുന്നപ്പം നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് കാറിലൊക്കെ യാത്ര ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നതെന്ന് വെച്ചാൽ കോട്ടയത്തെ എൻ്റെ മൂത്ത ചേട്ടൻ്റെ വൈഫിൻ്റെ വീടാണ്. അപ്പം നമ്മൾ അവിടുത്തെ ചേച്ചിയുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. നമ്മളപ്പം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഒന്നുകൂടെ വിഷ് ചെയ്യൂ. വിഷ് ചെയ്ത് കേടത്തില്ല. ഹാപ്പി ബർത്ത്ഡേ. Thank you. God bless you. ആദ്യമായിട്ടല്ലേ ഇവിടെ മഴയല്ല. ഇന്നലെ വീഡിയോയിൽ കണ്ട എന്റെ തിരിച്ചു കാണിക്കാണോ? അറിയാവോടാ? അമ്മച്ചിയാ നോക്കുക. എത്ര അമ്മച്ചിമാരാ ഇതെന്ത് മൊത്തം അമ്മച്ചിമാരാ. അമ്മച്ചിയാടാ അമ്മച്ചി അമ്മച്ചി. നിമിഷങ്ങളുടെ ഫോട്ടോ എടുക്കുന്നു. അല്ല എടുത്തിട്ടേ അങ്ങനെ ജോലി എക്സ്പെരിമെന്റ് തുടങ്ങിയിട്ടുണ്ട്. ഡിസ്കവറിങ്. അപ്പം കോട്ടയംകാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം കോട്ടയത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ സ്പെഷ്യൽ നമുക്ക് കുറേ ഐറ്റംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഉച്ചക്കത്തെ ഫുഡാണ്. അപ്പോൾ ഇതാണ് ഫാമിലി. മൂത്ത ചേട്ടത്തെയാണ് തുഷാര ചേച്ചി, അതുപോലെ രണ്ടാമത്തെ ആളാണ് ജോൺസ്. അപ്പം ഇതിനാണ് കൈ വായി വെക്കുന്നത്. ഇല്ലല്ല ഇനി നമ്മൾ കേക്ക് കട്ടിങ് ചെയ്യാൻ പോവാണ്. എവിടെ ഹാപ്പി ബർത്ത്ഡേ കാര്യം എന്തി? അയ്യടാ പോയോ? അയ്യോ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ എഴുതിക്കൊണ്ട് വന്നത്. അത് സ്ലൈഡ് ചെയ്ത് പോയതെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു സ്റ്റിക്ക് മാറ്റിക്കോ. ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് ഇവിടെ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ ലൂസിയമ്മ. ഹാപ്പി ബർത്ത്ഡേ ടു യു. The God bless you dear. May the God bless you. Happy birthday to dear Lucy. Happy birthday to you. Lord, you help her to overcome a lot of difficulties, and you've been with her in her happiness and in her sadness, Father Lord. Thank you, Father Lord, for being with her, Lord Jesus. Lord, in the coming days, watch over her, Lord. Pray for her health, Lord Jesus. Strengthen her, Lord Jesus. Remove any difficulty that she has, any sickness, Lord, he has, Lord. Give her full home, Father Lord. Thank you, Jesus, for all your blessings. We ask in Jesus' precious name. Amen. Amen. Okay.
60 വർഷം ഈ ഭൂമി ജീവിപ്പാൻ തന്ന ആയുസിന് നന്ദി. 60 വർഷമായിട്ടുണ്ടോ? 60th ബർത്ത്ഡേ. ഓക്കെ. കുഞ്ഞു പ്ലേറ്റ് എടുത്തതാ, എല്ലാവർക്കും കൊടുക്കണ്ടേ. മമ്മി 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 ഇവിടെ ഉണ്ട് പേപ്പർ പ്ലേറ്റ് ഇല്ലേ? കഴുകണ്ടല്ലോ. സീനിയർ സിറ്റിസൺ ചെറുതായിട്ട് അതിനകത്തൊന്നും എടുത്ത് കൊടുക്കാൻ ഒരു കഷ്ണം. അങ്ങനെ 60 വർഷം. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 60. കല്യാണം കഴിഞ്ഞ് അല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല. എത്ര വർഷം? 35. വെഡിങ് ആനിവേഴ്സറി. എല്ലാവരും കൊടുക്കട്ടെ. ഞാൻ മമ്മിക്ക് നിനക്ക് ഇപ്പൊ തരും അപ്പൊ തരുമെന്ന് അതിന്റെ കൊച്ചു പാത്രത്തിൽ ഇപ്പൊ തരും. Thank you. God bless you. Start action camera. ഇതെന്റെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. ലൂസാൻഡി കൊടുക്കാം. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഡിന്നറിലേക്ക് കടന്നിരിക്കുകയാണ്. ഡിന്നറിനും നമുക്ക് പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ മേശപ്പുറത്ത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ അടുത്ത ദിവസം നാളെ ഹോട്ടൽ അർക്കാഡിയയിലേക്ക് നമ്മൾ പോവുകയാണ്. ഉച്ചക്കത്തെ ഫുഡിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ലൂസിയമ്മയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ അവിടെ നിന്നാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഹോട്ടൽ അർക്കാഡിയയിലേക്കാണ് നമ്മൾ കഴിക്കാനായിട്ട് പോകുന്നത്. അതിന് മുൻപായിട്ട് എൻ്റെ ചേട്ടത്തിയുടെ അതായത് തുഷാര ചേച്ചിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം അഞ്ജു ശ്രീജിത്ത്. അപ്പോൾ ചേച്ചിക്ക് ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട്, ഒരു കുഞ്ഞാവയുണ്ട്. 28 days ആയിട്ടുള്ളൂ. അപ്പോൾ കുഞ്ഞിനെ കാണാനായിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഞാൻ പറയാം നമുക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ച നമ്മൾ പരിചയപ്പെട്ടില്ല, പക്ഷെ അറിയാവും. അമേരിക്കാന്നായിരുന്നു അവിടെ കണ്ടുവച്ചെന്ന് ചേച്ചി പറഞ്ഞായിരുന്നു. എഴുന്നേറ്റ് കാണിയല്ല അപ്പുനെ വിടേണ്ട സമയമായി. അവർ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച വിഭവങ്ങളൊക്കെ ഇതാ ഇങ്ങനെ ടേബിളിൽ നിരന്നിരിപ്പുണ്ട്. ഇവിടെ റോഡ് അല്ല കണ്ണാടി നോക്കിയാൽ ഇവിടെ കുളിക്കാം. താഴെ കടവുണ്ട്. നമ്മളൊന്ന് ഇതിപ്പം വെള്ളം വന്നതാ. ഇത് ഇതുണ്ട് ആ തൂണ് ഏകദേശം അതിന്റെ ടോപ്പിലൊക്കെ വരും വെള്ളം. ഈ ലെവല് വരും വെള്ളം. ഈ ലെവല് ഞാനൊക്കെ കുറുകെ പോകുന്ന ആളാ. നമുക്ക് ഇത്രയും വണ്ണം ഉണ്ടെന്നേ ഉള്ളൂ ഞാൻ. പക്ഷേ
കൊച്ചിലെ പോലെ ഇത് കണ്ട് ഇന്നലെ ഞങ്ങൾക്ക് എല്ലാം അറിയാം. എൻ്റെ പെങ്ങൾക്കും അറിയാം, അച്ഛനറിയാം, എല്ലാവർക്കും അറിയാം. നോർമലി നമ്മൾ ഇവിടെ കടമുണ്ടായിരുന്നേ പണ്ട്. ഇത് നടയൊക്കെ കെട്ടി കടമായിരുന്നു. അപ്പോൾ ഇവിടെ റോഡ് പണി വന്നപ്പോൾ ഇത് മുഴുവൻ ആ ഒരു ഇതിലായിട്ട് ഇവര് വീതി കിട്ടും. ഇതൊക്കെ ഞങ്ങളുടെ സ്ഥലമായിരുന്നു. ഇവിടെ ഈ റോഡ് ഇത്ര ഇല്ലായിരുന്നു. ഇത് ഞങ്ങളുടെ സ്ഥലമാണ്. ഇവിടെ ഒരു ഇത് കഴിഞ്ഞപ്പോഴാണ് ഇവർ പറയുന്നത് മമിത ബൈജുവിൻ്റെ വീട് തൊട്ടപ്പുറത്തെ വീടാണെന്ന്. ഇവരുടെ തൊട്ട് നെയ്ബറാണ്, ഇവരുടെ ഫ്രണ്ടാണ്. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് എന്തെന്നില്ലാത്ത നമുക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ നടിയുടെ ഒരു വീട് കാണുന്നത്. അപ്പം പ്രത്യേകിച്ച് ഇപ്പം പ്രേമലും ഒക്കെ ഹിറ്റായതല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് മമിത ബൈജുവിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളല്ലേ. അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ വളവിന് കാണുന്ന വീടാണ് ഇവരുടെ വീട്. ഇത് മമിത ബൈജുവിൻ്റെ വീട്. തൊട്ടപ്പുറം ഇപ്പുറമാണ്. അങ്ങനെ വീടൊക്കെ കണ്ടു ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടൽ അർക്കാഡിയയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ അർക്കാഡിയയിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു 4 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതിൽ നമുക്ക് ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഈ റോഡ് ഫുൾ കാണാം. റോഡ് മാത്രമല്ല, ഈ കോട്ടയം ടൗൺ മിക്കവാറും ഏകദേശം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല രസമാണ് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്? സാം ആദ്യമായിട്ടാണ് വരുന്നത്. സാം മമ്മിയില്ല, എന്നാണ് മമ്മിയുടെ ബർത്ത്ഡേ സിറ്റി സെന്റർ കണ്ടോ? ആ ഇതല്ലേ വലിയൊരു പള്ളിയാണ്. കാണാം. ബസ് സ്റ്റാൻഡ് ഉണ്ടോ? ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ജ്യൂസിൽ ആരംഭിക്കുകയാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ടേഴ്സ് സൂപ്പ് കൊണ്ട് ആരംഭിക്കുകയാണ്. പിന്നെ അതുപോലെ ജോനുവിനെ കളിക്കാൻ ഇവിടെ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ, ബേബീസിന് കളിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ബേബിയെ കിടത്താൻ വേണ്ടിയിട്ട് ഇവിടെ തൊട്ടിയൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല ഒരു റെസ്റ്റ് കിട്ടി കേട്ടോ. ഇവിടെ അവിടെ ഇരുന്ന് കളിക്കുകയും ചെയ്തു, ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡ് അടിക്കുകയും ചെയ്തു. ഇഷ്ടപ്പെട്ടോ ജോനു? ജോനു ഇഷ്ടപ്പെട്ടോ? വാ ഇവിടെ വാ. ആദ്യം നമുക്ക് സൂപ്പ് തന്നു. അതിനുശേഷം നമുക്ക് മെയിൻ ഡിഷസ് ആയിട്ടുള്ളത് ഇവിടെ പ്ലെയിൻ റൈസ്, അതുപോലെ ഗീ റൈസ്, പിന്നെ നൂഡിൽസുമാണ്. പിന്നെ അതിൻ്റെ സൈഡ് ഡിഷസ് ആയിട്ട് ഡാല്, ചിക്കൻ, അതിൻ്റെ പിന്നെ ചില്ലി പോർക്ക്. കോട്ടയത്തെ ഒരു സ്പെഷ്യലാണല്ലോ പോർക്ക്. അങ്ങനെ ചില്ലി പോർക്ക്, പിന്നെ ബീഫ് കറി, എങ്ങനെ ചപ്പാത്തി, പിന്നെന്താ ചിക്കൻ മസാല, പിന്നെ ഫിഷാണ് കേട്ടോ. നെത്തോലി ആയിരിക്കണം, അതുപോലത്തെ ഒരു ഫിഷ് ഫ്രൈയും ഫിഷ് കറി അങ്ങനെ. പിന്നെ ഇഷ്ടം പോലെ പിക്കിൾസ്, സാലഡ്സ്, ഇതൊക്കെയാണ് മെയിൻ ഡിഷസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വീറ്റ് ഡിഷസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നല്ല ഫുഡായിരുന്നു, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. മ്യൂസിയം ബൊഫെ കഴിച്ചപ്പം സ്വീറ്റ് ഡിഷ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറയുന്നുണ്ട്, 35th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് പറയാനുള്ളത്? 35ാമത്തെ വർഷം വാർഷികം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഈ 34 വർഷം എങ്ങനെ പോയി എന്നറിഞ്ഞില്ല. എന്താണ് ന്യൂജൻ പിള്ളേരോട് പറയാനുള്ളത്? പിള്ളേരോട് എന്നാ പറയുന്നത്? അടിച്ചു പൊളിക്കുക. നിങ്ങൾക്ക് കഷ്ടത്തിൽ കൂടെയും വിഷമത്തിൽ കൂടെയും ഒക്കെ ജീവിച്ച് ജീവിതം എന്താണെന്ന് അറിയണം. അതൊക്കെ ജോനു ഹാപ്പി ബർത്ത്ഡേ. ജോനു ഹാപ്പി ബർത്ത്ഡേ പറയാം. ഹാപ്പി ബർത്ത്ഡേ ലുസി. ലിസോമ ടുഡേ. യെസ്, ഹാപ്പി ബർത്ത്ഡേ. God bless you. God bless you. ലുസോമ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും പോയി ചിക്കൻ ബിരിയാണി എടുക്കണം. നല്ല ലുസോമ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ഇത്രയും നാളും ദൈവം നമ്മളെ നടത്തി. എല്ലാ ലുസോമ അതല്ല ഏറ്റവും വലിയത്. ഇത്രയും നാളും ദൈവം ആയുസ് തന്ന് നമ്മളെ നടത്തിയതിന് കോടാണി കോടി ദൈവത്തിന് നന്ദി. അമ്മ ഇതിന് സ്വീറ്റ് എല്ലാവരും പായസം ആസ്വദിച്ച് കുടിക്കുക അല്ലേ? ഷുഗറൊക്കെ നല്ല ഹെവി ഷുഗർ, പക്ഷെ എന്നാലും ഹൈ ഷുഗർ എന്നാലും കഴിക്കുന്നുണ്ട്, ഒരു പ്രശ്നം. അതുപോലെ അടിച്ച് കയറ്റുന്നുണ്ട്. ഇവിടെയാണ് മമ്മിയും മോനും ഇരിക്കുന്നത്.
മമ്മി മോനും മോനും മമ്മി ചെന്നു. ഇതിന് തൊട്ട് മുകളിലത്തെ ഫ്ലോറിൽ ഇതുപോലെ സ്വിമ്മിംഗ് പൂളും അതുപോലെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ബാറും അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് പിന്നെ നമ്മൾ ഷൈനി ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഷൈനി ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ മൂത്ത ചേട്ടത്തി തന്നെയാണ്, രണ്ടാമത്തെ ചേട്ടത്തിയാണ്. നമ്മൾ അകത്തോട്ട് കയറാൻ പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ ഫോട്ടോ ആൽബംസ്. നമ്മുടെ TV ജോഷ്കുട്ടൻ സ്റ്റാർ സ്റ്റീവൻ ജാൻ ഫോട്ടോസ്. ഇവിടെയാണ് ഇവിടുത്തെ ഷൈനി ചേച്ചി സ്റ്റീവൻ ജാൻ. സ്റ്റീവൻ ജാൻ ഇവിടെ ഒരു സീരിയസ് ലുക്കാണല്ലോ. ഒരു ചെറിയൊന്നുള്ളോ എന്ത് പറ്റി. പിന്നെ ഇങ്ങോട്ട് മാറി ഇവിടെ ചെറിയ ഫോട്ടോസ്. അങ്ങനെ നമ്മൾ ചായ ജോനു എന്താ കഴിക്കും? ജോനു ഇതാ അടുത്ത് മമ്മി. ഹായ് മമ്മി, ഹൗ ആർ യു? വീഡിയോ ചെറിയൊരു വീഡിയോ. ഇതാ പപ്പ. ഹലോ പപ്പ. ഗുഡ്. പപ്പ ബിസിയാണ്. ബീയിങ് എ ഗുഡ് ഹോസ്റ്റ്. കിച്ചണും സംഭവമൊക്കെ. കിച്ചൺ വർക്ക് ഏരിയ. ഒരു ചെറിയ സ്റ്റോർ ഹൗസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഗ്യാസും പരിപാടിയൊക്കെ ഉണ്ട്. ചെറിയ സ്റ്റോർ റൂം. അങ്ങനെ ഞങ്ങളുടെ യാത്രയൊക്കെ അവസാനിച്ച് ഞങ്ങൾ തിരിച്ച് പത്തനംതിട്ടയിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ശരി, ബൈ.